ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയും അവിടെ രാജ്ഭവനിൽ നടത്തിയ പ്രസംഗം അതിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. അദ്ദേഹം ആ ചടങ്ങ് ബഹിഷ്കരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളും ലഭ്യമായിട്ടുണ്ട്. നമ്മൾ ഇനി അതിലേക്കാണ് പോകുന്നത്. ആരാധ്യനുമായിട്ടുള്ള നമ്മുടെ ഗവർണർ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ സുഹൃത്തുക്കൾ, കേരള സംസ്ഥാന ഭാരത സൗത്ത് കാൻഡിഡേറ്റ്സിൻ്റെ രാജ്യ പുരസ്കാര ചടങ്ങ് ബഹുമാനപ്പെട്ട ഗവർണർ വിതരണം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും നല്ല ചടങ്ങായി ഞങ്ങൾ കാണുകയാണ്. രാജ്യ പുരസ്കാർ അവാർഡ് നേടുന്ന എല്ലാ സ്കൗട്ട് ഗൈഡ് വിദ്യാർത്ഥികളെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. സംസ്ഥാന തലത്തിൽ ഒരു സ്കൗട്ടിനോ ഗൈഡിനോ ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ഈ രാജ്യ പുരസ്കാര അവാർഡ്. ബഹുമാനപ്പെട്ട ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനുള്ള കാര്യം, ഇവിടെ നടക്കുന്നത് ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഗവർണറുടെയും സംയുക്താഭിമുഖ്യത്തിലുള്ള ഒരു ഔദ്യോഗിക ചടങ്ങാണ്. ആ ഔദ്യോഗിക ചടങ്ങ് രാജ്ഭവനിലാണ് നടക്കുന്നത്. രാജ്ഭവൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ ഏതെങ്കിലും സംഘടനയുടെ ഒരു ആസ്ഥാനമാക്കാൻ വേണ്ടി കഴിയില്ല. എനിക്ക് മനസ്സിലാകുന്നില്ല, ഒരു പടം, ഒരു ചിത്രം ഇവിടെ കാണുന്നുണ്ട്. മഹാത്മാഗാന്ധിയുടെ ചിത്രമോ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രമോ അവിടെ വച്ചിരുന്നെങ്കിൽ എനിക്കത് മനസ്സിലാവുമായിരുന്നു. ഇത് അതിന് ഘടകവിരുദ്ധമായി ഒരു ചിത്രം വച്ചിരിക്കുന്നു. എന്തിൻ്റെ ചിത്രമാണ്, ആരുടെ ചിത്രമാണ്, എന്തിനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നു, ഇന്ത്യ എൻ്റെ രാജ്യമാണ്. ഭരണഘടനയാണ് രാജ്യത്തിൻ്റെ നട്ടൽ. മറ്റൊരു രാഷ്ട്രസങ്കല്പവും അതിന് മുകളിലല്ല എന്ന് ഞാനിവിടെ കൂട്ടിച്ചേർത്ത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട ഗവർണർ, ക്ഷമിക്കണം, എനിക്ക് പല കാരണങ്ങൾ കൊണ്ടും തുറന്നുള്ള ചടങ്ങിലൂടെ ഇരിക്കാൻ വേണ്ടി എനിക്ക് കഴിയില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ ചടങ്ങ് ഇന്ന് വാക്കൗട്ട് നടത്താൻ ഇപ്പോൾ പോവുക. മന്ത്രി വി ശിവൻകുട്ടി ആ വേദിയിൽ നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിയത്. അദ്ദേഹം പറയുന്നുണ്ട് തനിക്ക് അവിടെ തുടരാൻ കഴിയാത്ത സാഹചര്യം എന്തെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം ഗവർണറുടെ ശ്രദ്ധയിലേക്കായി അദ്ദേഹം കാര്യം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. തനിക്ക് അവിടെ ഇരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്, അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണർ ക്ഷമിക്കണം എന്നുകൂടി പറഞ്ഞ് വെച്ചാണ് അദ്ദേഹം ആ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഷഫീദ്, മറ്റു വിവരങ്ങൾ. നമ്മളിപ്പോൾ കേട്ട കാര്യം തന്നെയാണ് മന്ത്രി വി ശിവൻകുട്ടി ഇന്നത്തെ രാജ്ഭവനിൽ നടന്ന പരിപാടിയിൽ ആ ചടങ്ങ് ബഹിഷ്കരിക്കുന്നതിന് മുന്നോടിയായി പറഞ്ഞിരിക്കുന്നതിൽ പ്രോട്ടോകോൾ ലംഘനം സ്വാഭാവികമായും സാങ്കേതികമായി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കുന്നത് സംസ്ഥാന സർക്കാരും രാജ്ഭവനും ഒക്കെയാണ്. പക്ഷേ ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നം, വീണ്ടും സംസ്ഥാന സർക്കാരും രാജ്ഭവനും രണ്ട് തട്ടിൽ പോകുമ്പോൾ ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങളെ അതെങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. നേരത്തെ നമുക്കറിയാം, ഈ ഗവർണർ സർക്കാർ പോരുമായി ബന്ധപ്പെട്ട ബില്ലുകളടക്കം പിടിച്ചുവെക്കുന്ന നടപടി പിന്നീട് വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് തന്നെ സംസ്ഥാന സർക്കാർ ആ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയതാണ്. ഏതെങ്കിലും തരത്തിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടൽ നടത്തുന്ന കാര്യം അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ വിഷയത്തിലെ നിലപാട്. മുഖ്യമന്ത്രി ഇന്നലെ ആ നിലപാട് ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ രാജ്ഭവനിൽ നടക്കുന്ന ഒരു പൊതുപരിപാടിയിൽ, സർക്കാരുമായി അസോസിയേറ്റ് ചെയ്ത് നടക്കുന്ന ഒരു പരിപാടിയിൽ ഈ രീതിയിൽ ആ ചിത്രം വീണ്ടും എത്തുകയും ആ ചിത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ചിത്രത്തെ ചൊല്ലി മന്ത്രി ആ ചടങ്ങ് ബഹിഷ്കരിക്കുകയും ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ആ നിലപാടിൽ ഉറപ്പിച്ചു നിൽക്കുകയായിരുന്നു. പക്ഷേ രാജ്ഭവനെ സംബന്ധിച്ച് രാജ്ഭവൻ ഇപ്പോൾ നൽകിയിരിക്കുന്ന വിശദീകരണക്കുറിപ്പിൽ വ്യക്തമാക്കുന്ന കാര്യം, അത് ഒരു തരി പോലും തങ്ങൾ പിന്നോട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നതാണ്. പ്രത്യേകിച്ച് അതിൽ എണ്ണി പറയുന്നുണ്ട് ഏതൊക്കെ തരത്തിലുള്ള പ്രോട്ടോകോൾ ലംഘനം മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളത്. മാത്രമല്ല, അതിൽ ഒരു പബ്ലിക്കിനെ കൂടി അഡ്രസ്സ് ചെയ്തിട്ടുള്ള നിലപാടായി കൂടി വിശദീകരണക്കുറിപ്പിൽ രാജ്ഭവൻ അത് പറയാൻ ശ്രമിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി അവിടെ കൂടിയിരിക്കുന്ന കുട്ടികൾക്ക് തെറ്റായ മാതൃക നൽകും, തെറ്റായ കീഴ്വഴക്കമാണ്, പ്രോട്ടോകോൾ ലംഘനമാണ്, ഗവർണറെയും ഗവർണറുടെ ഓഫീസിനെയും അപമാനിക്കുന്നതിന് തുല്യമാണ്. അപമാനിക്കുന്ന നടപടി മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല, അവിടെ
കുട്ടികൾക്ക് എന്ത് തരത്തിലുള്ള സന്ദേശം മന്ത്രിയുടെ ബഹിഷ്കരണം നൽകും? മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി എന്ന രീതിയിൽ ഭാരതാമ്മയുടെ ചിത്രത്തെക്കുറിച്ച് അറിയാത്ത ആളാണോ എന്നുള്ള ചോദ്യം കൂടി രാജ്ഭവന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് രാജ്ഭവൻ എന്നുകൂടി രാജ്ഭവന്റെ ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണക്കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും അത് മറ്റൊരു യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ സർക്കാരും രാജ്ഭവനും തമ്മിലുള്ള ആ പോര് കൂടുതൽ ശക്തമാകുന്നതിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഇനി അനുനയ നീക്കം എങ്ങനെ സാധ്യമാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഡിവൈഎഫ്ഐയുടെ രാജ്ഭവൻ മാർച്ച് വരുന്നുണ്ട്. മന്ത്രിമാരടക്കം രാജ്ഭവനെതിരെ കർശനമായിട്ടുള്ള ഭാഷയിൽ വിമർശനം ഉന്നയിക്കുകയാണ്. ഈ സർവകലാശാല വിഷയത്തിൽ ഇതിനോടകം തന്നെ ഇടത് വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ ഗവർണർക്കെതിരെ അവരുടെ നിലപാട് കടുപ്പിക്കുകയും പ്രതിഷേധം ശക്തമാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തം ഒരു അസ്വസ്ഥത സംസ്ഥാന സർക്കാരിനും ഗവർണർക്കുമെതിരെ ഇടയിൽ ഉടലെടുത്തിട്ടുണ്ട്. അത് ശക്തമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വിഷയത്തിൽ നമുക്ക് കരുതാൻ കഴിയുക.